പ്രിയ പ്രേക്ഷകരെ, നമ്മൾ ഓണത്തിന് എല്ലാവർക്കും വലിയ ആശംസകൾ നേരുകയാണ്. പടവുകൾ പുതിയ ഒരു ലക്കത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ സംഗീത അധ്യാപികയും കഥകളി വേഷങ്ങൾ ചെയ്യുന്ന പ്രഗത്ഭയായ രാഗിണി ശർമ്മൻ നെടുമ്പള്ളി മനയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ശ്രീമതി രാഗിണി മാഡത്തിന് സ്വാഗതം. നമസ്കാരം. രാഗിണി മാഡം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഒരു കഥകളി മേഖലയിലെ വളരെ സജീവമായിട്ടുള്ള ഒരു ഇല്ലത്തു നിന്നാണ് വരുന്നത്. നെടുമ്പള്ളി മന. അച്ഛനൊക്കെ വലിയ കഥകളി ഇതായിരുന്നു. കുട്ടിക്കാലം മുതലേ ഇത്തരം പ്രവർത്തനങ്ങൾ തുടങ്ങിയ ആളാണ്. എങ്ങനെയാണ്? നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങൾ കുട്ടിക്കാലം മുതൽ തന്നെ സ്കൂളിലേക്ക് പോവുക, അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരമായ കഥകളി ക്ലാസ്സുകൾ എന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ശനി ഞായറൊക്കെ ആണെങ്കിൽ സംഗീതം ക്ലാസ്സുകൾ. അച്ഛൻ്റെ അടുത്ത് നിന്നാണ് തുടക്കം. പാട്ട് പഠിച്ചത് അതെ, അച്ഛനാണ് തുടക്കത്തിൽ ഗുരു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എന്നും കഥകളിയും, മനസ്സ് മുഴുവൻ എന്നും കഥകളി സംഗീതം ആയിരുന്നു. ജനിച്ച് വളർന്ന് തുടങ്ങിയ മുഴുവൻ സംഗീതമായാണ്. അതെ അതെ അതെ, എന്നും അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് വളർന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാരമ്പര്യ മുതലായി ലഭിച്ചു. ഞാൻ മൂത്താള്, മറ്റെല്ലാവരും അനിയന്മാര്, 2 അനിയത്തിമാര്. അപ്പോൾ എല്ലാവരും ഇതന്നെയാണ് ആ ചിട്ടയോടെ അതിൻ്റെ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്ത് അങ്ങനെ നല്ലൊരു അന്തരീക്ഷത്തിലാണ് വളർന്നത്. അതിന്റെ ഒരു ഇതുണ്ട്. ഒരു പക്ഷേ ബോംബെയിലെ കുറെ കാലത്തെ ജീവിതം പ്രവാസ ജീവിതം തന്നെ വേണമെങ്കിൽ പറയാം. അതെ അതെ, പ്രവാസമായിരുന്നു. അങ്ങയുടെ ഭർത്താവ് ശർമ്മൻ മാടമ്പിവന, അദ്ദേഹവുമായി ബോംബെ ജീവിതം. ബോംബെയിൽ വെച്ചും കഥകളി. ബോംബെയിൽ ഞാൻ വേഷം ചെയ്തിരുന്നില്ല, പാട്ട് ക്ലാസ് എടുത്തിരുന്നു. ധാരാളം ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. അതെ അതെ, അവിടെയുള്ള ബോംബെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് മലയാളി സമാജം നല്ല ആക്റ്റീവായിരുന്നു. അവിടെയൊക്കെ നാട്ടിലേക്കാൾ ഒരു പക്ഷെ ഓണം മറുനാട്ടിലാണ് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നത് കൂടുതൽ. എല്ലാവരും സംഘടിക്കും, മലയാളികൾ പ്രത്യേകിച്ചും സംഘടിപ്പിച്ച് മറ്റുള്ളവരെയും കൂടി പങ്കെടുപ്പിച്ച് ഓണാഘോഷ സദ്യ, പൂക്കളം പരിപാടികൾ അങ്ങനെ അത് എല്ലാ കൊല്ലവും അവർ നിലനിർത്തുന്നതാണ്. മലയാളി സമാജം ഒരു യോഗക്ഷേമ സഭയുണ്ട് ബോംബെയുടെ. അപ്പോൾ അതിലൊക്കെ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നതാണ്. നമുക്ക് നാട്ടിലെ ഓർമ്മകൾ വെച്ചിട്ട് നമ്മളതിങ്ങനെ ആഘോഷിക്കാണ് വെച്ചിട്ട്. യോഗക്ഷേമ സഭയിൽ ഇവിടുന്ന് നാട്ടിൽ നിന്നൊക്കെ പലരും വരാറുണ്ട്. നാട്ടിലേക്ക് അതിഥികളായിട്ട് വരാറുണ്ട്. ബോംബെയിൽ എല്ലാം അവിടെയും സംഘടിപ്പിക്കാറുണ്ട്. അതെ അതെ. ഓണക്കാലത്ത് ഇപ്പം നമ്മൾ ഓണക്കാലത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഓണം ഒരു ആതുരത്വമാണ്. മലയാളിക്ക് എന്നും ആതുരത്വം സംഗതിയാണ്. ഈ ഓണത്തിന്റെ ഓണപ്പാട്ടുകൾ ഏതെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നോക്കാം. അപ്പം എല്ലാവർക്കും സ്നേഹപൂർവ്വം ഓണാശംസകൾ ആയിട്ട് നമുക്ക് തുടങ്ങാം. അതല്ലേ. തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഉത്രാട പൂക്കുന്നിനൂറ്റിയിൽ പൊൻവേയിൽ ഇത്തിരി പൊന്നൊരുക്കി കോടി മുണ്ടുടുത്തും കൊണ്ടോടി നടക്കുന്ന കോമള ബാലനാമോണക്കിളി തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ
തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. യെസ്, എന്തൊരു മനോഹാരിത ടീച്ചറെ. ഞാൻ പറയാം, പലപ്പോഴും ഞങ്ങളത് പറയാറുണ്ട്. ഓണം എന്ന് പറഞ്ഞാൽ അപ്പോൾ രാഗിണി ശർമ്മൻ എന്ന് പറയുന്ന കഥകളി വേഷം ചെയ്യുന്ന വ്യക്തിയാണ്. പാട്ടുകൾ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈശ്വരമംഗലം ഈശ്വരമംഗലം അമ്പലത്തിലെ നെടുമ്പള്ളി മനയുടെ അടുത്താണല്ലോ. അവിടുത്തെ ഒരു ദർശനം, അവിടെ രാവിലെ പോയി പ്രാർത്ഥിക്കുക, അച്ഛൻ അവിടുത്തെ ശാന്തിക്കാരൻ, ആ ഒരു കാലം എങ്ങനെയായിരുന്നു? നല്ല സുഖമുള്ള ഓർമ്മകളാണ്. അച്ഛൻ 30 കൊല്ലം ഈശ്വരമംഗലത്ത് ശാന്തി ചെയ്തു, പൂജ ചെയ്തു. അനിയന്മാര് സഹായിക്കാൻ പോകും. രാവിലെ അമ്പലക്കുളത്തിൽ പോവുക, കുളിച്ച് ഭഗവാനെ തൊഴുതിട്ടുള്ളൂ ബാക്കി എല്ലാ കാര്യം. അതെ അതെ. അമ്പലക്കുളം, ദേവാരം അതൊക്കെ ജീവിതത്തിന്റെ ഒരു ചര്യയാണ്. അതെ അതെ അന്തരീക്ഷത്തിലാണ്. അതെ അതെ. അപ്പോൾ നമ്മള് പലപ്പോഴും പറയാറുണ്ട്, ഈ പ്രവാസ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രവാസത്തിലും ഉണ്ടായിരുന്നു. പ്രവാസത്തിൽ നമ്മുടേതായ സംസ്കാരം നമ്മൾ നിലനിർത്താൻ എന്നും ശ്രമിച്ചിട്ടുണ്ട്. മക്കൾക്കും അത് പകർന്നു കൊടുക്കാൻ നമ്മുടേതായ ഒരു കൾച്ചർ, മോഡേൺ ഇവിടുന്ന് വിട്ടിട്ട് ഒരു വിദേശമായ ഒരു കൾച്ചർ ഉണ്ടല്ലോ. ഇന്നത്തെ ആധുനിക സമൂഹം അങ്ങോട്ട് ആകെ മാറിപ്പോയില്ലോ, പണ്ടത്തേതിന് വ്യത്യാസമായിട്ട്. അപ്പൊ ആ മക്കളിലും അത് നിലനിർത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. നാടായിട്ട് എപ്പോഴും ഒരു ടച്ച് ഉണ്ടാവാൻ, എപ്പോഴും മൂല്യബോധമുള്ള തലമുറയെ വളർത്തിയെടുക്കാൻ അച്ഛനമ്മമാർ നൽകി അങ്ങയുടെ ഭർത്താവ് ശർമ്മൻ നമ്പൂതിരിയും ശർമ്മൻ മാടമ്പിമന അദ്ദേഹവും അങ്ങും വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കാൻ. 1979-80 കാലഘട്ടങ്ങളിലെ സ്കൂൾ തലത്തിൽ ജില്ലാതലത്തിലും സംസ്ഥാന തലം വരെയൊക്കെ എത്തിയിട്ടുള്ള ഒരു താരമാണ് സത്യത്തിൽ. കഥകളിയൊക്കെ പഠിപ്പിക്കാൻ വളരെ കുറച്ച് പെൺകുട്ടികളെ ഉണ്ടായിരുന്നു അന്ന് തന്നെ. പൊന്നാനി പൊന്നാനിയിലല്ലേ? അത് എന്താണ് ഞങ്ങൾ 9 വരെ ശ്രീശ്വരത്താണ് പഠിച്ചത്. 10ാം ക്ലാസ്സിൽ പൊന്നാനിക്ക് കൊണ്ടുപോയി. അച്ഛൻ പെങ്ങൾ അവിടെ ടീച്ചറായിരുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റിൽ പോയി. സ്റ്റേറ്റിൽ വേഷത്തിന് പാട്ടിനും. അപ്പൊ സമ്മാനം സ്റ്റേറ്റിൽ നിന്ന് കിട്ടി. അത് നേരെ മലപ്പുറം ജില്ലക്കാണ് പോയത് അന്ന് ആ സമയത്തെ. അപ്പൊ പെൺകുട്ടികൾ അത്ര ധാരാളമായിട്ട് ഉണ്ടായിരുന്നില്ല അന്ന്. വളരെ വിരള, സജീവത ഉണ്ടായിരുന്നില്ല കഥകളി വേഷം ചെയ്യാനൊന്നും. അതെ അതെ. അപ്പൊ അന്ന് മലപ്പുറം ജില്ലക്കാണ് സമ്മാനം കൊടുത്തത്, അടിച്ചത്, നേടിയെടുക്കാൻ സഹായിച്ചു. അതെ അതെ അതെ. അതൊരു വലിയ നേട്ടം തന്നെയാണ് അന്നത്തെ കാലത്ത്. 79-80 കാലഘട്ടം. അതെ അതെ. 10 വർഷം 10ാം ക്ലാസ്സിൽ പഠിക്കും മുന്നേ തന്നെ. ഇപ്പോൾ നമ്മൾ ഈ ശാസ്ത്രീയ സംഗീതം ആരിൽ നിന്നാണ് പഠിച്ചത്? ശാസ്ത്രീയ സംഗീതം ഞങ്ങൾ ഇല്ലത്ത് വെച്ചിട്ട് തന്നെയാണ്. കുർശാത്തോണ കൃഷ്ണേട്ടൻ, അദ്ദേഹത്തിൽ നിന്നാണ് പഠിച്ചത്, സംഗീതം പഠിച്ചത്. ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോകുന്നവരെ ഇവിടുന്ന് പഠിച്ചു. പിന്നെ ബോംബെ ജീവിതത്തിൽ ബോംബെയിൽ നിന്നും പഠിക്കാൻ പറ്റും. ബോംബെയിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും പറയാറുണ്ട്, കഥകളിയിൽ ആരാണ് മാതൃക? കഥകളി നടന്മാരിൽ അങ്ങനെ ചോദിച്ചാൽ എല്ലാവരും വളരെ അധ്വാനിച്ചിട്ടാണ് നേടിയെടുക്കുന്ന ഒരു ലെവലിലേക്ക് എത്താനേ. കലാമണ്ഡലം പോലുള്ള സ്ഥാപനങ്ങൾ അതെ ഗംഭീരമായിട്ട് അവർക്ക് വാർത്തെടുക്കുകയാണ് ഓരോ കലാകാരന്മാരെയും. നമ്മളിവിടെ ഇല്ലത്ത് വെച്ചിട്ടാണ് കുട്ടിക്കാലം. നവരസങ്ങൾ ഞങ്ങളുടെ ഗുരു കലാനിലയം ബാലകൃഷ്ണനാണ്. അതെ, കുറുവട്ടൂർ ബാലകൃഷ്ണനാണ്. ആശാന്റെ കീഴിലാണ് ഞങ്ങൾ കഥകളി കുട്ടിക്കാലത്ത് പഠിച്ചത്. പിന്നെ നരിപ്പറ്റ ആശാന്റെ അടുത്തും പഠിച്ചിട്ടുണ്ട്. നരിപ്പറ്റ ഏട്ടൻ്റെ അടുത്തും. നവരസങ്ങൾ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ചെറുതായിട്ട്, അല്ലാതെ ഒന്നുമില്ല. ശൃംഗാരം, കരുണ, ഭയം, പല രസങ്ങളുണ്ട്. സത്യത്തിൽ ഇത് ചെയ്യുമ്പോൾ തന്നെ വളരെ തീക്ഷ്ണാണ്. കഥകളി വേഷങ്ങൾ ചെയ്യുന്ന ആളുകളോട് ചോദിച്ചാൽ പറഞ്ഞു തരും പലപ്പോഴും. ചുട്ടികുത്തൽ ഒരു പ്രധാനപ്പെട്ട, എല്ലാത്തിന്റെയും കൂടി സമന്വയമാണല്ലോ കഥകളി. പറഞ്ഞ വേഷം, ഭംഗി, ആഹാര്യം, വാദ്യങ്ങള്, സംഗീതം, അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള ഒരു ഇതാണ്. ഒരു 1.5-2-3 മണിക്കൂർ കിടക്കണം. അതെ അതെ. ചുട്ടികുത്താൻ 1.5 മണിക്കൂർ. നല്ല വേഷങ്ങൾ വലിയ രീതിയിൽ നല്ല ശ്രമകരമാണ്. അതെ, പഠിക്കുന്നത് അതിനേക്കാൾ ശ്രമകരം. അതെ അതെ അതെ, എല്ലാം ശ്രമകരം. അതെ അതെ.
പെട്ടെന്ന് ഓടിപ്പോയി ചെയ്യാൻ പറ്റില്ല. അല്ല, നല്ല ഒരുക്കങ്ങൾ വേണം. നല്ല ഒരുക്കങ്ങളുള്ള ഒരു ശ്രമകരമായ കലയാണ് കഥകളി. ഈ ബാല്യത്തിലെ ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഓണാണല്ലോ നമ്മൾ പ്രധാനപ്പെട്ട. അതെ അതെ, ഓണത്തിന് എന്താ പറയുക, നല്ല സുഖമുള്ള ഒരു ജോയിന്റ് ഫാമിലി ആയിരുന്നു അന്നേ. അച്ഛനും അച്ഛൻ്റെ സഹോദരങ്ങൾ, അപ്പം എല്ലാവരും ഒഴിവായ വെക്കേഷൻ സമയത്ത് നാട്ടിൽ വരും. അച്ഛൻ്റെ അനിയന്മാരെ, ഏട്ടനൊക്കെ. അച്ഛൻ്റെ ഏട്ടൻ നെടുമ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിദേശത്തൊക്കെ പോയി കഥകളിക്കൊക്കെ നല്ല പ്രചാരം കൊടുത്തു. അപ്പോൾ പക്ഷേ ഓണസമയമായ മിക്കവാറും എല്ലാവരും എത്താൻ നോക്കും. അതെ 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 അതെ. അന്നിങ്ങനെ ഓണസദ്യയിൽ പായസത്തിന് അത്ര പ്രാധാന്യമില്ല. കാളനോല, അങ്ങനെ സദ്യ, അവിയൽ, അങ്ങനെ. അതെ അതെ, പഴനുറുക്ക്, പപ്പടം, ഉപ്പേരി, ഇതൊക്കെയാണ് മെയിൻ. അന്ന് പായസത്തിന് അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല അന്ന്. എന്നാലും പക്ഷെ എല്ലാവരും കൂടുമ്പോഴത്തെ ഒരു സന്തോഷം, പുതിയ പുത്തൻ ഉടുപ്പിടുക, അങ്ങനെയുള്ള ഒരു ഓണപ്പാട്ട് വേറെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളെല്ലാവരും കൂടി പന്ത് കളിക്കുക, പാടത്ത് കളിക്കുക, വലിയവരായ കൈകൊട്ടിക്കളി, അങ്ങനെയുള്ള കൈകൊട്ടിക്കളി സംഘം ഉണ്ടല്ലോ. അതെ അതെ അതെ, അങ്ങനെ ചെറുതായിട്ടൊക്കെ ചെറിയ തോതിലുണ്ട്. ഭജൻസ് പാടുന്നു. ഇപ്പൊ ഒരു ട്രെൻഡ്, ഞാൻ ഭജൻസിനെ കുറിച്ചാണ്. നന്ദഗോപൻ ഭജൻസ്, അതെ അതെ അതെ, നല്ല നല്ല ശ്രദ്ധ. ഇപ്പൊ ഭജൻസിന്റെ ഒരു കാലമാണ്. അതെ അതെ, സർവ സംഗീത പ്രേമികളും സംഗീതജ്ഞരും ഭജൻസിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അതെ അതെ. അപ്പൊ മേഡം തിരിഞ്ഞു എന്നാണോ? ഞങ്ങൾ അങ്ങനെ തിരിഞ്ഞതല്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നന്ദഗോവിന്ദം ഭജൻസിനെ കണ്ടു തിരിഞ്ഞതല്ല. അവര് നല്ല പേരെടുത്ത് വരികയായിരുന്നു. നന്ദഗോവിന്ദം ഭജൻസിലെ നല്ല നല്ല അസല് പാട്ടുകൾ. അതെ അതെ, നല്ല ഇത് കിട്ടുന്നുണ്ടല്ലോ. അവർ അത് നല്ല ശ്രദ്ധയെടുത്ത് വരികയായിരുന്നു. ഞങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഞങ്ങൾ അടുത്തുള്ള വീട്ടമ്മമാരൊക്കെ കൂടിയിട്ട് വെറുതെ ഇരുന്നിട്ട് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി. അതെ അതെ, സ്ത്രീ ശാക്തി ഇല്ല ഇതിലെല്ലാം, സംഗീതത്തിൽ സംഗീതത്തിലുള്ള ഒരു ശക്തി. അതെ അതെ, വെറുതെ വീട്ടിലിരുന്ന് സീരിയലും കണ്ട് വിഷമിച്ചും നോക്കിയിരിക്കുന്ന അങ്ങനെയുള്ള വെറുതെ അതിന്റെ പിന്നാലെ പോവാതെ. നമ്മുടെ ഓണത്തിന്റെ കാണുന്ന അമ്മമാര്, വീട്ടമ്മമാരൊക്കെ ഇവിടെ സംഗീതം പഠിപ്പിക്കുന്നുണ്ട്. അതെ അതെ, വീട്ടിലിരിക്കുകയാണെങ്കിൽ അവിടെ വന്ന് റിട്ടയർ ചെയ്തവര് എസ്പെഷ്യലി വീട്ടിൽ വന്നിട്ട് നോക്കാം. അതൊരു എൻജോയ്മെന്റ് ആണ്. അതൊക്കെ വീട്ടിൽ നമ്മുടെ വറീസിനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ ഒത്തുകൂടാൻ തുടങ്ങി ഞങ്ങൾ. അതെ, ടെൻഷൻ നമ്മുടെ എത്ര ടെൻഷൻ. അതെ അതെ, ഞങ്ങൾ 2 മണിക്കൂർ എന്നും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ വിഷമങ്ങളെ, ബുദ്ധിമുട്ടുകള്, പ്രാരാബ്ദങ്ങളൊക്കെ മറന്ന് കുറച്ച് നേരം എല്ലാവരും കൂടി റിലാക്സ് ആയിട്ട് സംഗീതം ശാന്തി നൽകുന്നു. തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും. ഞങ്ങൾ 2 മണിക്കൂറോളം ആ സംഗീതത്തിന് വേണ്ടിയിട്ട് അടുത്ത എല്ലാവരും കൂടി വന്നിട്ട് ചെയ്യാം. ശ്രീ ഗണാധിപനാഥ ജയ ജയ, ആശ്രയം മമ നീയേ ഗജാനന, പാത്തു നിൻ പദതാരിൽ തൊഴുന്നു ഞാൻ ഗണനാഥ. എത്ര നാളിഹ ത്വൽപാദ സന്നിധോ ഏത്തിടാൻ മമ നിത്യം ഭജിക്കുന്നേൻ, ആത്തലാകവേ സത്യപരായണ തീർക്കവേണം. വെള്ളി മാമല തന്നിൽ വിളങ്ങിടും ശങ്കരാത്മജനീയേ ഗജാനന, എള്ളോളം കൃപ നൽകേണമേ എന്നിൽ ഗണനാഥ ഗണനാഥ. ഗംഭീരം. പൊതുവെ ടീച്ചറ്, നമ്മുടെ രാഗിണി ശർമ്മൻ എന്ന് പറയുന്ന ടീച്ചറ് സംഗീത ആസ്വാദകയുമാണ്, അഭ്യസിപ്പിക്കലുമാണ്. സ്വാഭാവികമായി ധാരാളം അമ്മമാരെ, കുട്ടികളൊക്കെ വരുന്നുണ്ട്. ഇപ്പം അടുത്ത കാലത്ത് രാഗിണി ശർമ്മൻ കുറേയും കൂടി ശ്രദ്ധ നേടിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണ്. മിക്കവാറും അങ്ങയുടെ ഭർത്താവ് ശ്രീ ശർമ്മൻ നമ്പൂതിരി മാടമ്പി, അദ്ദേഹം മാടമ്പിമന, അദ്ദേഹം കൂടി ഒരു നല്ല പാട്ടുകാരനാണ്. നല്ല പാട്ടുകാരനാണ്. അതെ, ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട്, പഴയ സിനിമ എല്ലാം പാടാറുണ്ട്. നല്ല പാട്ടുകാരനാണ്. അതെ അതെ, മക്കളും പാടും. ശ്രീരാഗാണ് അദ്ദേഹം. ബാംഗ്ലൂരാണ് എഞ്ചിനീയർ. അതെ അതെ. മരുമകള് ആര്യ, അവിടെ ആയുർവേദ ഡോക്ടർ ആര്യ. അതെ അതെ, ആയുർവേദ. വടക്കുംപാട് എവിടെ? ആര്യ തിരുവേഗപ്പുറയിലാണ്. അവിടെ ഡോക്ടറാണ്. മകള് ഇവിടെ അങ്ങാടിപ്പുറത്തുണ്ട്, ടീച്ചറാണ്, പെരിന്തൽമണ്ണ. മരുമകൻ അൽഷിഫയുടെ ഫാർമസി കോളേജിൽ പ്രൊഫസറാണ്. പേര് ബിനയ് ശങ്കർ.
വിനയ് ശങ്കർ. വിനയ് ശങ്കർ. 2 പേരക്കുട്ടികളുണ്ട്, 2 പേർക്കും ഓരോ കുട്ടികൾ. പുതിയ ഇപ്പോൾ കഥകളി താല്പര്യമുള്ള ആളുകളുണ്ടാവും, അതുപോലെ സംഗീതം താല്പര്യമുള്ളവരുണ്ടാവും. എന്താ പുതിയ കാലത്ത് ആളുകളോട് പറയാനുള്ളത്? പുതിയ കാലത്തെ തലമുറയിലെ കുട്ടികളോട് ഒക്കെ അവരുടെ വളരുന്ന സാഹചര്യം വ്യത്യാസമുണ്ട്. നമ്മൾ വളർന്ന സാഹചര്യം അന്ന് TV ഇല്ല, ഫോണില്ല. അല്ല, പണ്ട് നമ്മളൊക്കെ വളരുന്ന സമയത്ത് അവക ഇതൊന്നുമില്ല. ഇന്നിപ്പോൾ അവർക്ക് കുട്ടികൾക്ക് എല്ലാ ഫെസിലിറ്റികളും ഉണ്ട്. പക്ഷേ അപ്പോൾ അതിൻ്റെ ഇപ്പോൾ KG വിട്ടാൽ തുടങ്ങിയില്ലേ കുട്ടികൾക്ക് ടെൻഷൻ തുടങ്ങി. അവരെങ്ങനെ സ്ക്രൂ ചെയ്ത് പഠിക്കുക മാത്രം അതാവുമ്പോൾ കുട്ടികൾക്കും ടെൻഷനാവുകയാണ് ശരിക്കും. അപ്പോൾ അതൊക്കെ റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് അവരെ കൂടെ കലയുടെ വഴികളിൽ കൂടി കൊണ്ട് നടക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവർക്കത് അവരെ കൂടെ എൻജോയ് ചെയ്യാനുള്ള ഒരു ഇതും കൂടിയാണ്. അതാണ് എനിക്കൊരു പറയാനുള്ളത്. കല ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ട് അതെ ഏത് രംഗത്താ കുട്ടികൾക്ക് അഭിരുചിച്ച് അവരെ ഒന്ന് കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ അവരെ ആ വഴിക്ക് വിട്ട് കഴിഞ്ഞാൽ അവർ പൊക്കോളും. കലയെ കൂടി പഠിപ്പിക്കണം. ഏതായാലും വേണ്ട ഏതവർക്ക് ഇഷ്ടമുള്ള വെച്ചാൽ അതാണ് രക്ഷിതാക്കളോട്. അതെ അതെ അതെ. പുരസ്കാരങ്ങൾ കുറെ ലഭിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുട്ടിക്കാലത്ത് നിറയെ കിട്ടിയിരുന്നു. പിന്നെ ഡിസ്ട്രിക്റ്റിൽ പോയി, മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്ന് പോയി, സ്റ്റേറ്റിൽ മലപ്പുറത്തേക്കാണ് പോയത്. പിന്നെ ഒരു ഗിന്നസ് കിട്ടിയിട്ടുണ്ട്. പണ്ട് ബോംബെയിൽ വെച്ചിട്ടൊരു പൂരം സംഘടിപ്പിച്ചു ഇവിടെ. അപ്പോൾ 3000 പേര് പങ്കെടുക്കുന്ന ആദ്യമായിട്ടായിരുന്നു കൈകൊട്ടിക്കളി. അപ്പൊ അതെ ഇപ്പൊ ഇവിടെ ചെറുതായിട്ട് അതെ അതെ. അപ്പൊ അന്ന് ഒരു ഗിന്നസ് കിട്ടിയിട്ടുണ്ട്. ബോംബെന്ന് കിട്ടിയിട്ടുണ്ട്. കുറേം കൂടി പ്രസിദ്ധയാവേണ്ട ഒരു കലാകാരിയാണ് രാഗിണി ശർമ്മൻ. ബോംബെ ജീവിതം, പ്രവാസ ജീവിതത്തിൽ കടന്നതോടുകൂടി കുറച്ചൊന്ന് ബോംബെയിലെത്തി പിന്നെ മക്കളുടെ കാര്യമൊക്കെ നോക്കണം, അവരുടെ പഠിത്തം അങ്ങനെയെല്ലാം അതിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത്. കൂടെ സംഗീതം കൊണ്ട് നടന്നിരുന്നു, വേഷത്തിന് പിന്നെ അങ്ങനെ പോവാറുണ്ടായിരുന്നില്ല. അതെ അതെ. മാടമ്പിമന ശർമ്മൻ നമ്പൂതിരി, മാടമ്പിമന ഒരു കലാ കുടുംബം ഇവിടെ. അതെ, കുടുംബമാണ്. അതെ, ജ്യേഷ്ഠൻ ഒരാൾ കഥകളി സംഗീതത്തില് കുലപതിയാണ്, ഇപ്പോഴത്തെ സംഗീതാചാര്യനാണ്. ഇവിടെ ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു ക്ലാസിക്കലില്. ഏട്ടൻ ഇപ്പം മരിച്ചു, അടുത്ത കാലത്ത് മരിച്ചു. ക്ലാസിക്കലില് ആയിരുന്നു. ഒരാൾ അക്ഷരശ്ലോകത്തില് കുലപതിയാണ്, മാടമ്പി ജാതവേദൻ നമ്പൂതിരി. ഇപ്പൊ മകനുണ്ട് VTBയിൽ ശങ്കരൻ, അയാളും അക്ഷരശ്ലോകത്തിൽ നല്ല കേമനാണ്. അപ്പൊ ആ പാരമ്പര്യം കലാപാരമ്പര്യം അതെ മക്കളിലെ കുറച്ചുകൂടി നിലനിർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മക്കളും നല്ല കലാകാരികളാണ്. അതെ അതെ, മക്കളും കഥകളി സംഗീതജ്ഞയാണ് മകളല്ലേ? കഥകളിയില്ല, ക്ലാസിക്കലാണ് മകനും മകളും. അത് രണ്ടുപേരുടെയും ഗുരുനാഥ. അതെ, അപ്പൊ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നു ഞാൻ. അത്രേ ഉള്ളൂ. പുതിയ തലമുറയില് പുതിയ കാലത്തെ ഇപ്പോൾ ഈ നമ്മളെ പഴനുറുക്കുകളെ, ഓണത്തിലെ പഴം, അതുപോലെ മറ്റു കാര്യങ്ങളെ, ഉപ്പേരി, ഇതൊക്കെ പറയുമ്പോൾ പൂവിടൽ, പൂവ് തേടി പോകുന്ന ഒരു പൂവേ പൂത്തിരിളെ നാളേക്കൊരു വെട്ടി പൂ തരുമോ എന്നൊക്കെ പറയുന്ന യാത്ര ഉണ്ട്, പൂ തേടിയുള്ള യാത്ര. ഈ പൂ തേടിയുള്ള യാത്രയെ കുറിച്ച് പാട്ടൊക്കെ പാടിയിട്ടുണ്ടാവും. പാട്ട് അന്ന് പിന്നെ മിക്കവാറും വീടുകളിൽ ഉണ്ടാവും. പൂവൊക്കെ അന്വേഷിച്ചിട്ട് അധികം പോകേണ്ടി വരാറില്ല, വീട്ടിൽ തന്നെ ഉണ്ടാവും. തുമ്പപ്പൂവോ ഇന്നിപ്പോ എല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ, എല്ലാം പൈസ കൊടുത്ത്. അതെ, എല്ലാം മാറ്റം പാക്കുകൾ ഓണം അല്ലെ, സാധനങ്ങളൊക്കെ ചിപ്സ് നമുക്ക് പോയി വീട്ടിൽ വറക്കേണ്ട ആവശ്യമില്ല, എല്ലാം റെഡി ആയിട്ട് അവിടെ പോയി മാർക്കറ്റ് പോയാൽ എല്ലാം അവൈലബിൾ. അതാ പുതിയ അതെ, എല്ലാവരും തിരക്കിലാണ്. അപ്പൊ അതൊക്കെ വിപണനം ചെയ്യാന്നുള്ളതാണ് സർവകാര്യങ്ങൾ അല്ലേ? അതെ അതെ, മാർക്കറ്റിംഗ് എല്ലാവർക്കും. അപ്പൊ ഓണം തന്നെയാണ്, അവർക്കും ഇത് സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ അവർക്കും കാശ്. എല്ലാവരുടെയും ലക്ഷ്യം ജീവിതമാണ്. അതെ അതെ, അതെ അതെ അതെ. അപ്പൊ എല്ലാവർക്കും അതൊരു മനസ്സുകൊണ്ട് എല്ലാവർക്കും അത്. നമ്മുടെ രാഗിണി ശർമ്മൻ നമ്പൂതിരിയുടെ ഒരു പാട്ടും കൂടി ആവാം. അപ്പൊ ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും ജനിച്ച് വളർന്ന ഇല്ലം, അവിടെ ഇത് കലകളെ പോഷിപ്പിക്കാനുള്ള വളക്കൂറുള്ള ഒരു മണ്ണായിട്ടാണ്. അതാണ് അച്ഛനും നേടിത്തന്ന ഒരു ഇത്. അച്ഛനും എല്ലാവർക്കും മക്കൾക്ക് കലകളിൽ കൂടെ ജീവിക്കാനുള്ള നാരായണ നമ്പൂതിരി, അന്തർജനം. അതെ അതെ, അതെ അതെ. അമ്മ കഥകളി സംഗീതം അല്ല, അമ്മ കൈകൊട്ടിക്കളിക്ക് പാടാറുണ്ട്. മുത്തശ്ശി അച്ഛന്റെ അമ്മയും രാമോഹൻ. അതെ അതെ, 3 ബ്രദേഴ്സ് ബോംബെയിലുണ്ട്. കൃഷ്ണമോഹൻ, പ്രസാദ്, നാരായണൻ. എല്ലാവരും സംഗീതം, കഥകളി
ഈ മേഖലയിലാണ് സർവ്വരും ഇതിൽ തന്നെയാണ് അതെ അതെ എല്ലാവരും അങ്ങനെ. കലയാണ് കുടുംബം. സത്യത്തിൽ നെടുമ്പള്ളി കുടുംബവും മാടമ്പി കുടുംബവും കലയാണ്. ONGC ആയിരുന്നു ശർമ്മൻ നമ്പൂതിരിയെങ്കിലും കല ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് നടത്തം, ഇരുത്ത്, കിടപ്പ് വളരെയധികം സജീവമാണ്. മക്കളും അതുപോലെ തന്നെ. ഒരു പാട്ട് പാടാം. ഓണം വന്നോണം പൊന്നോണം വന്നേ, കേരള നാട്ടിൽ പൊന്നോണം വന്നേ. ഓണം വന്നോണം പൊന്നോണം വന്നേ, മാവേലി നാട്ടിൽ പൊന്നോണം വന്നേ. കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം, കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. എല്ലാ കൃഷികളും ഒന്നുപോലെ, നെല്ലിനു 100 വിളവതുണ്ട്. ദുഷ്ടരെ കൺകൊണ്ടു കാൺമാനില്ല, നല്ലവരല്ലാതെ ഇല്ല പാരിൽ. മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. വലിയ സന്തോഷം, വലിയ സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. മാടമ്പി ഇല്ലത്ത് നിന്നും രാഗിണി ശർമ്മൻ നമ്മോടൊപ്പം ചേർന്നു. നെടുമ്പള്ളിയാണ് ഇല്ലം, എന്നാലും നമ്മുടെ കൂടെ ഇത്രയും കാര്യങ്ങൾ ഓണവുമായി പങ്കുവച്ചതിന് വലിയ സ്നേഹം, ഓണാശംസകൾ നേരാണ് കുടുംബത്തിനും എല്ലാവർക്കും. മക്കളൊക്കെ വരുന്നേ ഉള്ളൂ അല്ലേ? എന്തായാലും എല്ലാവരോടും വലിയ സ്നേഹം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിൽ നന്ദി, നന്ദി, നമസ്കാരം. ഓക്കെ, എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു.